കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വളരെയേറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒന്നായിട്ട് കേരളവും രാജ്യവും കണക്കാക്കപ്പെടുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് നിർണായകമാണ്. വരാൻ പോകുന്ന ഏപ്രിൽ മെയ് മാസം നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ ചരിത്രം ഒന്നുകൂടി തിരുത്തിക്കുറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ മൂന്നാമത്തെ ടേമിലേക്ക് കടക്കുന്ന അതിൻ്റെ കേളിക്കൊട്ടായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ വിജയമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ വ്യക്തതയുണ്ട്. ഒരു ഉജ്ജ്വലമായ വിജയം കേരളത്തിലെ തദ്ദേശ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നേടാനാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തെക്കൻ കേരളം അതുപോലെ മധ്യ കേരളം ഉൾപ്പെടെയുള്ള എല്ലാ കമ്മിറ്റികളും ചേർന്ന് പരിശോധിച്ച് ഇന്നിപ്പോൾ മലപ്പുറവും നാളെ കോഴിക്കോടും മറ്റന്നാൾ കണ്ണൂരും കാസർഗോഡും കൂടി ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലേക്കുള്ള പ്രവേശനവും പരിശോധനയും പൂർത്തിയായി മുമ്പോട്ടേക്ക് പോവുക. ഒരു ആശങ്കയുമില്ല, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മെച്ചപ്പെട്ട ഒരു വിജയമാണ് ഇപ്രാവശ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടാൻ പോകുന്നത്. അതോടൊപ്പം കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിത്രം ഇപ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. രണ്ട് വർഗീയ ശക്തികൾ രണ്ട് ഭാഗമായിട്ട് ഞങ്ങളെ നേരിടുകയാണ്. ഒന്ന് UDFൻ്റെ ഭാഗമായിട്ട് UDFൻ്റെ ആശയ പ്രപഞ്ചത്തെ നേതൃത്വപരമായ പങ്കോടുകൂടി നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരുത്തായി അവർ പ്രതീക്ഷിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമിയും SDP-യും പൂർണ്ണമായിട്ട് ലീഗും കോൺഗ്രസുമായി ചേർന്ന് UDFൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിലുള്ളൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. അതൊരു ഭാഗം, ഒരു വർഗീയ കൂട്ടുകെട്ടാണ്. ഇവിടെ ഈ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ 38 പഞ്ചായത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ ലീഗും കോൺഗ്രസും UDFും തമ്മിലുള്ള ഐക്യമാണ്. മലപ്പുറം ഉൾപ്പെടെയുള്ള മുനിസിപ്പാലിറ്റിയിൽ ജമാഅത്തെ ഇസ്ലാമിയും ലീഗും കോൺഗ്രസും ചേർന്ന് പ്രവർത്തിക്കുകയാണ്. നിരവധി ബ്ലോക്ക് പഞ്ചായത്തുകളിലും അതുപോലെ മുനിസിപ്പാലിറ്റിയിലും അവർ സഖ്യത്തിലാണ്. ഇവിടെ മാത്രമല്ല, കേരളത്തിലുടനീളം അവർക്ക് സ്വാധീനമുള്ള മേഖലയിലെല്ലാം അത്തരത്തിൽ വർഗീയമായ ഒരു മുന്നണി തന്നെയാണ് ഒരു ഭാഗത്ത് UDFൻ്റെ ഭാഗമായിട്ട് ലീഗും കോൺഗ്രസും കൂടി കൈകാര്യം ചെയ്യുന്നത്. മറുഭാഗത്ത് പ്രതിപക്ഷത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള നിരയിൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ RSSും BJPയും സംഘപരിവാർ വിഭാഗങ്ങൾ പച്ചയായ വർഗീയ നിലപാടുകൾ ഉയർത്തി ഏതാണ്ട് അവരൊപ്പവും സമരസപ്പെട്ടുകൊണ്ടും നിൽക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് വർഗീയ മുന്നണിയെയും നിശിതമായിട്ട് എതിർത്ത് മതനിരപേക്ഷ ഉള്ളടക്കം ഈ കേരളത്തിൻ്റെ പാരമ്പര്യമാണെന്ന് കൃത്യമായിട്ട് ഉൾച്ചേർത്ത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തിരഞ്ഞെടുപ്പിൽ മുന്നോട്ടേക്ക് പോകുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം കഴിഞ്ഞ 9.5 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സുവർണകാലം എന്ന രീതിയിൽ ജനങ്ങൾ അനുഭവവേദ്യമായ ഒന്നാണ്. വർഗീയ കലാപങ്ങളും സംഘർഷങ്ങളും നിലനിൽക്കുന്ന ഇന്ത്യൻ സമൂഹത്തിൽ സമാധാനപരമായിട്ട് ജീവിക്കാൻ സാധിക്കുന്ന ഒരു പശ്ചാത്തലം ഒരുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ വികസന പ്രക്രിയകളിലെല്ലാം
ശക്തിയായ രീതിയിലുള്ള മുന്നേറ്റമാണ് കേരളം കുറിച്ചിട്ടുള്ളത്. ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്തിന് തന്നെ അടയാളപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിലുള്ള വികസന കുതിപ്പിൻ്റെ ഒരു കാലം. അതിദാരിദ്ര്യം അവസാനിപ്പിക്കുക എന്ന യജ്ഞം ലോകത്ത് ചൈന കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കാനായ ഒരേ ഒരു നാട് കേരള. ഞാൻ ബോധപൂർവമാണ് രാജ്യമെന്ന് പറയാറുള്ളത്. കേരളമാണ് ആ നാട്. അതുപോലെ വരുന്ന 5 വർഷം കൊണ്ട് ഇപ്പോൾ അതിദാരിദ്ര്യമാണ് അവസാനിപ്പിച്ചതെങ്കിൽ ദാരിദ്ര്യം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കും എന്ന പ്രഖ്യാപനം ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ പ്രകടന പത്രികയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ആ ഒരു പ്രക്രിയയിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാൽവെപ്പാണ് ഒക്ടോബർ 29-ന് 1600 രൂപ പെൻഷൻ നൽകുന്ന 62 ലക്ഷം ആളുകൾക്ക് 2000 രൂപയായി വർദ്ധിപ്പിക്കാനുള്ള ഗവൺമെൻറ് തീരുമാനം. ഇന്ത്യയിൽ ഇന്നേ വരെ ഒരു ഗവൺമെൻറ് നടപ്പിലാക്കാത്ത പാവപ്പെട്ട സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി 31.34 ലക്ഷം ആളുകൾക്ക് 1000 രൂപ വീതം നൽകാൻ ഇപ്പോൾ തീരുമാനിക്കുകയും ഈ മാസം മുതൽ അത് നടപ്പിലാക്കുകയും ചെയ്യുക. ചെറുപ്പക്കാരായ ഉന്നത വിദ്യാഭ്യാസം നേടിയവർ ഉൾപ്പെടെ IT, പോളിടെക്നിക്ക്, എഞ്ചിനീയറിംഗ് കോളേജ്, അതുപോലെ തന്നെ ബിരുദം, ബിരുദാനന്തര ബിരുദം ഉൾപ്പെടെ നേടിയിട്ടുള്ള ചെറുപ്പക്കാർക്ക് അവർക്ക് ജോലി നേടുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഒരു പ്രോഗ്രാം ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്നുണ്ട് കാഡിസ്കിൻ്റെ ഭാഗമായിട്ട്. അതിന് പരിശീലനം നൽകുന്നതിന് വേണ്ടിയും പരിശീലനം ലഭിക്കുന്നതിന് വേണ്ടിയും അവരെ പ്രാപ്തമാക്കുന്നതിന് വേണ്ടി വളരെ ശ്രദ്ധേയമായൊരു പരിപാടി ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ 1000 രൂപ വീതം ഇവർക്ക് നൽകാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു 5 ലക്ഷം ആളുകൾക്കാണ് ആ രീതിയിലുള്ള ആനുകൂല്യം ലഭിക്കുക. എന്ന് പറഞ്ഞാൽ 1 കോടിയോളം വരുന്ന ആളുകൾക്ക് കഴിഞ്ഞ ഒക്ടോബർ 29-ാം തീയതി മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഈ നവംബർ 1-ാം തീയതി മുതൽ ആശാവർക്കർമാരും അതുപോലെ അംഗൻവാടി പ്രവർത്തകരും ഉച്ചഭക്ഷണ പാചക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്കെല്ലാം ഏതാണ്ട് 1000 രൂപ, 1200 രൂപ ഉൾപ്പെടെ നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ലഘൂകരണമാണ് പ്രശ്നം. ദാരിദ്ര്യ ലഘൂകരണം, ദാരിദ്ര്യം അവസാനിപ്പിക്കുന്നതിലേക്കുള്ള ചവിട്ടുപടിയാണ്. പ്രകടന പത്രികയിൽ കാര്യം അവതരിപ്പിക്കുമ്പോഴേക്ക് ആ തരത്തിലേക്ക് കേരളത്തെ നയിക്കാനാണ്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് പുതുതായിട്ട് തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കേരളത്തിൻ്റെ ഏറ്റവും ശക്തമത്തായ രീതിയിലുള്ള ഇടപെടലാണ് കിഫ്ബി വഴി പശ്ചാത്തല സൗകര്യ വികസനം. അതേപോലെ തന്നെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണ് കേരളമെന്ന് കേന്ദ്രം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചത് ഇപ്പോഴാണ്. നമുക്കറിയാം, സൂക്ഷ്മ തലത്തിലുള്ള വ്യവസായ ശൃംഖലകൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് 3.5 ലക്ഷം ആളുകൾ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നത്, ഏതാണ്ട് 7 ലക്ഷത്തിലധികം ആളുകൾക്ക് തൊഴിൽ നൽകാൻ സാധിച്ചത് കേരളത്തിലാണ്. കിഫ്ബി വഴി പശ്ചാത്തല സൗകര്യം എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ UDF ഒഴിവാക്കി അവസാനിപ്പിച്ചതാണ്. അത് വീണ്ടും തുടരാൻ ഭൂമിക്ക് പണം പോകണം എന്ന നിർദ്ദേശം കേരളത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നാഷണൽ ഹൈവേ വെച്ചത് നമ്മളോടാണ്. അതിന് 5600 കോടി രൂപ കിഫ്ബിയാണ് കൊടുത്തത്. ഇല്ലായിരുന്നെങ്കിൽ നാഷണൽ ഹൈവേ 66 ഇല്ല. പിന്നെ മലയോര ഹൈവേ, തീരദേശ ഹൈവേ ഉൾപ്പെടെയുള്ള നമ്മുടെ റോഡ് ഗതാഗത സംവിധാനങ്ങളാകെ വലിയ രീതിയിൽ, ലോകോത്തരമായ രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ കേരളം ഒരു വിജ്ഞാന സമൂഹം മാത്രമല്ല, ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥ, 15,000 സ്റ്റാർട്ടപ്പുകളെ രൂപപ്പെടുത്താനുള്ള ശ്രമമാണ് ഗവൺമെൻറ് നടത്തിയിട്ടുള്ളത്. സ്റ്റാർട്ടപ്പ് മിഷൻ അതിൻ്റെ ഭാഗമാണ്. ഐഡിയ കേരളത്തിന് ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ അവതരിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിൽ നിരവധിയാണ് ഈ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിക്ഷേപത്തിനാവശ്യമായ സൗകര്യം വേണം. അപ്പോഴാണ് നിക്ഷേപ സൗഹൃദമായ ഇന്ത്യൻ സമൂഹത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് നടത്തിയപ്പോൾ 26 രാജ്യങ്ങളിൽ നിന്നായിട്ട്
ഏതാണ്ട് 2500 ആളുകൾ കൊച്ചിയിൽ പങ്കെടുത്തു. അവരുടെ വാഗ്ദാനം, നമുക്ക് നൽകിയിട്ടുള്ള അവരുടെ സമ്മതപത്രം ഏതാണ്ട് 2 ലക്ഷം കോടി രൂപ നിക്ഷേപിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ വ്യവസായ വകുപ്പ് മന്ത്രി രാജീവൻ പറഞ്ഞത്, ഒരു മാസം നമുക്ക് 10,000 കോടി രൂപ വീതം പ്രൊജക്റ്റ് നടപ്പിലാക്കാൻ കഴിയുമെന്നാണ്. ഭാവി കേരളത്തിൻ്റെ തൊഴിലില്ലായ്മ പ്രശ്നം ഉൾപ്പെടെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു പുതിയ രീതി, കേരള എക്കണോമി മിഷൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ, വിജ്ഞാന കേരളം പരിപാടി, തൊഴിൽ മേളകൾ. നമുക്കറിയാം, ഇപ്പോൾ കുടുംബശ്രീ മുഖേന മാത്രം 3 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള പദ്ധതി. ഞാൻ നേരത്തെ പറഞ്ഞ 7 ലക്ഷത്തിലധികം ആളുകൾക്ക് തൊഴിൽ കൊടുത്തത്. PSC മുഖേന 3 ലക്ഷത്തിലധികം ആളുകൾക്ക് ജോലി കൊടുക്കാൻ കഴിഞ്ഞ ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം കേരളം മാത്രമാണ്. PSC മുഖേന നടന്ന ഇൻ്റർവ്യൂവിൽ ജീവനക്കാരെ കണ്ടെത്തിയ ഇന്ത്യയിലാകെയുള്ളതിൻ്റെ 80% കേരളത്തിലാണ് കണ്ടെത്തിയത്, 3 ലക്ഷത്തിലധികം. അപ്പോൾ ഈ രീതിയിലെല്ലാം ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉദ്ദേശിക്കുന്നത്. അതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനമാണ്. വീട്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ, അതുപോലെ ആരോഗ്യ പരിരക്ഷ, തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള ഇടപെടൽ ഉൾപ്പെടെ എല്ലാ മേഖലയും കേരളത്തിന് ഇനി അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നല്ല രീതിയിൽ വികസിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മളാരും അത്ര ഗൗരവത്തിൽ ചിന്തിക്കാതെ ഹാപ്പിനെസ്സിൻ്റെ, സന്തോഷാത്മകമായൊരു ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലേക്കാണ് നമുക്ക് പോകേണ്ടി വരിക. ആ രീതിയിൽ ആ കേരളത്തെ ഒരു പുതിയ കേരളമാക്കി, ഒരു വികസിത രാജ്യങ്ങളുടെ ജനങ്ങളുടെ ജീവിത നിലവാരത്തോടൊപ്പം കേരളത്തെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ പ്രവർത്തനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ലക്ഷ്യമിടുന്നത്. അതാണ് നവകേരളം. അതാണ് അതിദാരിദ്ര്യം അവസാനിപ്പിക്കാനും ദാരിദ്ര്യം അവസാനിപ്പിക്കാനും എല്ലാവർക്കും വീട് നൽകാനും എല്ലാവർക്കും ഫലപ്രദമായി ലോകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിലുള്ള ആരോഗ്യ പരിരക്ഷ നൽകാനും ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ അമേരിക്കയേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ശിശുമരണ നിരക്ക് നമുക്ക് കുറച്ചു കൊണ്ടുവരാനും ഒക്കെ സാധിച്ച ഈ പശ്ചാത്തലത്തിൽ നമുക്കിനി ഹാപ്പിനെസ്സുമായി ബന്ധപ്പെട്ട് കൂട്ടാനൊക്കെ പറയുന്നത് പോലെ നമുക്ക് സന്തോഷാത്മകമായ ഒരു ജീവിതത്തിലേക്ക് ജനങ്ങളെ നയിക്കാൻ കഴിയുന്ന ഭൗതിക സാഹചര്യങ്ങൾ രൂപപ്പെടുത്തി മുന്നോട്ടേക്ക് പോവുകയാണ്. അതാണ് നമ്മുടെ ലക്ഷ്യം വെച്ച് മുന്നോട്ടേക്ക് പോകുന്നത്. തുടർ ഭരണം അതിൻ്റെ ഭാഗമായിട്ട് പോകണം എന്നാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ മറുഭാഗത്ത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ വർഗീയതയുടെ ഒപ്പം അതിജീർണമായ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള രാഹുൽ മാക്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പുറത്തു വന്ന വിവരങ്ങളെല്ലാം അടിസ്ഥാനപ്പെടുത്തി വിദേശത്തേക്ക് കടന്നു കളയാതിരിക്കാൻ വേണ്ടി ലൂക്കോസ് നോട്ടീസ് കൂടി പുറപ്പെടുവിച്ച ഒരു MLAയുടെ ചിത്രമാണ് കോൺഗ്രസ്സുകാർക്ക് ഇന്ന് കൈകാര്യം ചെയ്യേണ്ടി വരുന്നത്. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിജീർണമായ ഇത്തരം കാര്യങ്ങളിൽ കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ വലിയ വിപരീതങ്ങളാണ് രൂപപ്പെട്ടു വരുന്നത്. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ ഗൗരവപൂർവ്വം കാണും എന്ന് തന്നെയാണ് ഞങ്ങൾക്കിതിനെ സംബന്ധിച്ച് വിശദീകരിക്കാനുള്ളത് ആമുഖമായിട്ട്. രാഹുൽ മാങ്കൂട്ട വിഷയത്തിലെ കോൺഗ്രസ് നേതാക്കൾ പരസ്പരം വിരുദ്ധമായ മൊഴികളെ പറയാം. ചിലർ അനുകൂലിക്കുന്നത്, ചിലർ ഇത് രാഷ്ട്രീയ നീക്കമാണെന്ന് ആരോപിക്കുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിലൊരു ഭിന്നത പ്രകടമാണ്. ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിൻ്റെ അകത്ത് ഭിന്നത രൂപപ്പെടും, ഉറപ്പല്ലേ. ഈ ജീർണത പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നവരുണ്ട്, അംഗീകരിക്കാത്തവരുണ്ട്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും സംഘർഷാത്മകമായ സാഹചര്യം കോൺഗ്രസ്സിലുണ്ടാവും. ഏതായാലും പകൽ വെളിച്ചം പോലെ വ്യക്തമാക്കപ്പെട്ടതാണ് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ത്രീ പീഡനത്തിൻ്റെയും ഗർഭചിത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യം. ഞാനത് അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമായതുകൊണ്ട് ഞാൻ വിട്ടതാണത്. അത്രയേ എനിക്ക് പറയാനുള്ളൂ. അത് കോൺഗ്രസ്സാണ് തീരുമാനിക്കേണ്ടത്. കോൺഗ്രസിൻ്റെ അങ്ങേയറ്റത്തെ ജീർണതയാണ് പ്രകടമാകുന്നത്. കാരണം സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും സജീവ പ്രവർത്തകനെ പോലെ എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടം. ഈ വിവരം അവസാനത്തെ ഒരു TV ചാനൽ അവതരിപ്പിച്ച അവസാനത്തെ ക്ലിപ്പിംഗ് കേട്ടതിന് ശേഷം പിന്നീട് റിപ്പോർട്ടർ TV തന്നെയാണെന്ന് തോന്നുന്നുണ്ട്, ആ പെൺകുട്ടി
പരാതി നൽകുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിയിരിക്കുന്നു എന്ന് വാർത്ത വരുന്ന നിമിഷം അപ്പോഴാണ് ഓഫീസും കൂട്ടി രാഹുൽ മാങ്കൂട്ടം പുറത്തേക്ക് പോയത്. അതുവരെ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. കോൺഗ്രസ്സുകാരുടെ പരിപൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു. സുധാകരൻ ശ്ലാഘിക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. എന്നാൽ അതിൻ്റെ അകത്ത് തന്നെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ നിലപാടും ഒക്കെ പ്രശ്നമായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. സൈബർ പോരാട്ടം അവർക്കെതിരായിട്ട് തന്നെ നടക്കുന്ന ചിത്രം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിലൊരു ജീർണമായ മുഖം മാത്രമേ അതിൽ പ്രകടിപ്പിക്കപ്പെടുന്നു. ജമാഅത്തെ ഇസ്ലാമി ഇന്ന് ഈ വെൽഫെയർ പാർട്ടി ഞങ്ങൾ ഇതേവരെ പറഞ്ഞിട്ടില്ല. അതിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മലയാളത്തിലാണ് പറഞ്ഞത്. അത് കേട്ടാൽ മനസ്സിലാകുന്നതാണ്. അതിനൊക്കെ ആ ഭാഷയുണ്ട്. അത് മനസ്സിലായാൽ മനസ്സിലാവും. പറഞ്ഞൊന്നും കൂടി പറയാം. വർഗീയ പാർട്ടിയാണ് ഞങ്ങൾ ഇതേവരെ പറഞ്ഞിട്ടില്ല. എന്നാൽ അതിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ മലയാളം മനസ്സിലാവില്ലേ? പക്ഷേ അതിൽ മുകേഷിന്റെ കാര്യത്തിൽ രാജിയുടെ പ്രശ്നം വന്നപ്പോൾ പൊതുവോട് സ്വീകരിച്ച നിലപാട് MLA എന്ന നിലയിൽ അദ്ദേഹം രാജിവെച്ചാൽ കോടതി വിധി തിരിച്ചുണ്ടായാൽ അദ്ദേഹത്തിന് MLA സ്ഥാനം തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. അന്നത്തെ സാഹചര്യത്തിൽ എല്ലാവരും അത് ഉൾക്കൊണ്ടൊരു വാദമായിരുന്നു. ആ വാദം അല്ലെങ്കിൽ ആ ആനുകൂല്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഉണ്ടാവും. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? രാജിവെക്കണമെന്നാണോ വേണ്ടെന്നാണോ? അല്ല, വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു. കേരളത്തിൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞത് എല്ലാ സ്ഥലത്തും അങ്ങനെയാണ് പറഞ്ഞത്. കേരളത്തിൻ്റെ അഭിപ്രായം അതാണെന്നും. അല്ലാണ്ട് ഞാൻ എൻ്റെ പാർട്ടിയുടെ അഭിപ്രായ രീതിയിൽ മാത്രമല്ല ഞാൻ പറഞ്ഞത്. കേരളം അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇതുപോലെ ഒരു ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു MLA സംബന്ധിച്ചോ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചോ ഇതുപോലൊരു അഭിപ്രായം എവിടുന്നും ഉയർന്നു വന്നിട്ടില്ല. ഈ പ്രശ്നം ഉയർന്നു വന്നിട്ടില്ല. ഇപ്പോഴെ തന്നെ അദ്ദേഹത്തിൻ്റെ ജാമ്യം നേടാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിൽ അദ്ദേഹം സമ്മതിച്ചു കൊടുത്തൊരു കാര്യമുണ്ടല്ലോ. വായിച്ചില്ലേ ഇന്നത്തെ മനോരമയും മാതൃഭൂമിയും? ഞങ്ങൾ ദേശാഭിമാനി വായിക്കണമെന്നില്ല. വായിച്ചില്ലേ? എന്താ പറഞ്ഞു കൊടുത്തത്? ഫ്രണ്ട് പേജിൽ അതാ വായിച്ചു നോക്കൂ. ഉഭയകക്ഷി സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഞങ്ങൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അവകാശമുണ്ട്. ആ അവകാശം ഞങ്ങൾ ഉപയോഗിച്ചതാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞത്, ജാമ്യം നേടാൻ വേണ്ടി. അപ്പോൾ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കുട്ടിയാണെന്ന് പറയാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് അവർ കല്യാണം വേറെ കഴിച്ചിട്ടുണ്ട്. കഴിച്ചതിൻ്റെ ഭാഗമായി BJP പ്രാദേശിക പ്രവർത്തകരാണ് കഴിച്ചത്. അവരെ കുട്ടിയാവാനാണ് സാധ്യത എന്നാണ് ഇന്ന് വിധി. ഞാനിന്ന് മാതൃഭൂമി വായിച്ചപ്പോഴാണ് ആ വിവരം അറിയുന്നത്. BJP ആണെന്നൊക്കെ എനിക്കറിയേണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണുള്ളത് ഈ കേരളം. അത് സംബന്ധിച്ചുള്ള നല്ല രീതിയിലുള്ള ഒരു ജനകീയമായ ഒരു വിചാരണ മാനസിക തലത്തിൽ കേരളത്തിൽ ഉടനീളം നടക്കേണ്ടതെന്നാണ് എൻ്റെ ധാരണ. കോൺഗ്രസ് പ്രതിരോധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ നടപടിയെടുത്തു. CPM-ന്റെ പല നേതാക്കളും മുകേഷ് ഉൾപ്പെടെ ഉള്ള നേതാക്കൾക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്നൊരു മറുചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ്. അല്ല, അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു പ്രശ്നം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് വരട്ടെ എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അന്നേ പറഞ്ഞാൽ അത് തന്നെയാണ്. അതിലൊന്നും ഞങ്ങൾ മാനം വരുത്തിയില്ല. പാർട്ടി ഇതിന്നാണ് നിങ്ങളെ മുമ്പ് തന്നെ കേൾക്കുകയാണ്, കാണുകയാണ് തെളിവായിട്ട്. അത് ഒരാളൊന്നുമല്ല, നിരവധി. ഇനിയും വരുമെന്നാണ് പറഞ്ഞത് 10-18 എണ്ണം. അപ്പോൾ അതിനൊക്കെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സിന് മാത്രമേ സാധിക്കുള്ളൂ. ഒരു പത്രപ്രവർത്തനം സാധിക്കില്ല. പിന്നെ കോൺഗ്രസ്സിന് വേണ്ടി പത്രപ്രവർത്തനം നടത്തുന്നവർക്ക് സാധിക്കും, വേറെ ആർക്കും സാധിക്കില്ല. ഞങ്ങൾക്കൊന്നും മറക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ അധികം പറഞ്ഞില്ലേ, ശബരിമല കേസ് വന്ന ഒന്നാമത്തെ ദിവസം പ്രതികരിച്ച ആളാണ് ഞാൻ. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശബരിമലയിൽ അതിൻ്റെ ഭാഗമായിട്ട് ശബരിമല ശാസ്താവിന് അല്ലെങ്കിൽ ശബരിമല അയ്യപ്പന് ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല. അന്നും ഇന്നും ഞങ്ങളുടെ നിലപാടതാണ്. ആ കാര്യം മുഴുവൻ അന്വേഷിച്ച് ആരാണോ ഉത്തരവാദി അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതിനുശേഷം ഞാൻ പറഞ്ഞു, ആരാണോ ഉത്തരവാദി എന്നതിൻ്റെ അകത്ത് ആരവുമാവാം. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞത്, ആരായാലും അവരെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം CPIM ഏറ്റെടുക്കില്ല. ആവശ്യമായ നിലപാടുകളും നടപടിയും ഞങ്ങൾ സ്വീകരിക്കും. പാർട്ടി അങ്ങനെയാണ് പറഞ്ഞത്, ഗവൺമെൻറ്റും ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. അത് തന്നെയാണ് ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത്. അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം UDF-കാർ പറഞ്ഞത് ഈ അന്വേഷണം ശരിയാവില്ല എന്നാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് അവർ തന്നെ നിശ്ചയിച്ച സ്പെഷ്യൽ ടീമിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അന്വേഷണമാണ് SIT. ആ അന്വേഷണം പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് നിയമസഭാ സമ്മേളനം മുഴുവൻ അവർ യഥാർത്ഥത്തിൽ അവസാനിപ്പിച്ചത്.
ഒരു സമ്മേളനത്തിലും അവർ പങ്കെടുത്തില്ല. രാവിലെ വന്ന് അവിടെ ഉടനെ CBI അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് പോവുകയാണ്. എന്തേ CBI അന്വേഷണം ഇപ്പോൾ അവർ പറയുന്നില്ല? ഇപ്പോഴും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾക്കതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഞങ്ങൾ ഉറച്ച നിലപാടാണ്, ശാക്തിയായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. പക്ഷേ ഒരു കൃത്യമായ ബന്ധു ശരിയാവണം. പകുതി വേണ്ട. ആരുടെയെങ്കിലും പത്രത്തിലെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ട് നടപടിയെടുക്കുന്ന പാർട്ടിയല്ല CPIM. ഞങ്ങൾ നടപടിയെടുക്കും, ആവശ്യമായ നടപടി സ്വീകരിക്കും. ഒരു സംശയവും വേണ്ട. വരട്ടെ, എല്ലാ വിവരങ്ങളും വരട്ടെ. ഞങ്ങൾക്കല്ല സംശയം, അവരല്ലേ അന്വേഷിക്കേണ്ടത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം. അതാ പറഞ്ഞത്, എല്ലാ വിവരവും വരട്ടെ. വന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം CPIM-ൻ്റെ ഒരു പാർട്ടി മെമ്പർ ഉൾപ്പെടെയുള്ള ഒരാളെയും ഞങ്ങളതിൽ നിന്ന് സംരക്ഷിക്കൂല, ആരായാലും. ഒരു സഹകരണം ഉണ്ടായില്ല. ആര് പറഞ്ഞാലും ഇല്ല. അവർ സഹകരിച്ചിട്ടുണ്ട്, അത് അവർ പ്രഖ്യാപിക്കുന്നത്. അങ്ങനെയായിരുന്നു ജമാഅത്തെ ഇസ്ലാമിൻ്റെ നിലപാട്. ഞാൻ പറയാം, ജമാഅത്തെ ഇസ്ലാമിൻ്റെ നിലപാട് അവരിങ്ങനെ ലോട്ടിട്ട പോലെയാണ്. ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ഇന്നയാളെ പിന്തുണക്കും, ഇന്ന സ്ഥലത്ത് ഇന്നയാളെ പിന്തുണക്കും എന്ന് നടന്നൊരു കാലം ഉണ്ടായിരുന്നത്. അന്ന് ചിലപ്പോൾ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അല്ലാണ്ട് ഞങ്ങൾക്ക് എന്ത് പ്രഖ്യാപനം വന്നിന്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിട്ട് ഞങ്ങൾ ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഐക്യം ഉണ്ടായിട്ടേ ഇല്ല, ഉണ്ടാക്കിയിട്ടുമില്ല. അല്ല, ഞാൻ പറഞ്ഞില്ലേ, അവർ പ്രഖ്യാപിക്കുന്ന ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുന്ന ഞങ്ങൾക്കാർക്കും ഉത്തരവാദിത്തം എടുക്കാൻ പറ്റുമോ? ആര്? അല്ല, അത് പറയണ്ട. നിങ്ങളേതാ പത്രം? മാതൃഭൂമി പറഞ്ഞിട്ടില്ല. എങ്ങനെയായിരിക്കും മാതൃഭൂമിക്കാർ പറഞ്ഞത്? അങ്ങനെയല്ല. UDF പറയുന്നതല്ല നിങ്ങൾ പറയുന്നത് പറയാ. UDF-ന്റെ പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്? പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി പഴയ വർഗീയ വിഭാഗമല്ല എന്ന് പറഞ്ഞാൽ ജനാധിപത്യ രീതിയിലേക്ക് അവർ വന്നു എന്നാണ് പച്ചയായിട്ട് പറഞ്ഞു കൊടുത്തത്. അതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ ഭാഗമായിട്ട് വന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോഴും UDF-ന്റെ പ്രതിപക്ഷത്തിരിക്കുന്ന UDF-ന്റെ കൺവീനർ ഉൾപ്പെടെ പറഞ്ഞത് ഇവരുമായി ഞങ്ങൾ സഹകരിച്ച് മുന്നോട്ടേക്ക് പോകാമെന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. രാഷ്ട്രീയ സഖ്യമില്ല, ആശയ നേതൃത്വം എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ ആമുഖമായി വിശദീകരിക്കുമ്പോൾ അത് വിശദീകരിച്ചിരുന്നു. ആശയ നേതൃത്വമാണ് എന്നാണ് ഞാൻ വിശദീകരിച്ചത്. അത് ഞാൻ ബോധപൂർവ്വം പറഞ്ഞു തന്നെയാണ്, വെറുതെ പറഞ്ഞതൊന്നുമല്ല. ഇനി അതിലൊന്നും പ്രത്യേക ചർച്ച നടത്തേണ്ട കാര്യമില്ല. അവരിപ്പോൾ ചർച്ച നടത്തി പൂർത്തിയാക്കിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിനെ കൂടി ചേർത്തുകൊണ്ട് മാത്രമേ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നേരിടാൻ പറ്റുള്ളൂ എന്നുള്ള ധാരണയിൽ നിന്നാണ് ഇതെല്ലാം. ജയിക്കാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഉപയോഗിച്ച പദം നിങ്ങൾ ശ്രദ്ധിച്ചു, നേരിടാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യാതൊരു സംശയമില്ല. ഈ വർഗീയ ശക്തികളെ എതിർത്തുകൊണ്ട് കേരളത്തിൻ്റെ കൃത്യമായിട്ടുള്ള മനസ്സ് വായിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മൂന്നാം പ്രാവശ്യവും ഭരണത്തിലേക്ക് വരാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഞങ്ങൾക്കില്ല. അത് അവരോട് ചോദിക്കേണ്ടതാണ്, കുട്ടിയോട്. ഞങ്ങൾക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യത്തെ ആരോപണം വന്നപ്പോൾ അദ്ദേഹത്തിനെ പാലക്കാട് ശക്തമായ പ്രതിരോധം CPM DYFI ഒക്കെ ആദ്യം ഉയർത്തിയിരുന്നു. പിന്നീട് താങ്കൾ ഉൾപ്പെടെ വന്നത് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തെ തടയാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആ തീരുമാനം തെറ്റായെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്? ഇല്ല, തോന്നുന്നില്ല. തെറ്റായി ഇപ്പോൾ തടയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഇനി പോലീസ് പിടിക്കുന്നതല്ലാണ്ട് ഞങ്ങളെന്ത് തടയാൻ പോകുന്നു? ഞങ്ങൾക്ക് എന്ത് തടയേണ്ട കാര്യം? പോലീസ് പിടിക്കും. അതുകൊണ്ടാണ് ലുക്കൗട്ട് നോട്ടീസ് ഉൾപ്പെടെ കൊടുത്തത്. വകുപ്പല്ലേ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തെല്ലാം വകുപ്പാണുള്ളത്. ശരി. അതിൻ്റെ പറയും. അല്ല, അതില് പൊന്മുണ്ടം കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു കോൺഗ്രസ് അവിടെ ഉണ്ട്. അത് നേരത്തെ ഉള്ളതാണ്. അത് കോൺഗ്രസിന്റെ ഭാഗമല്ല. കോൺഗ്രസ് അവിടെ വേറെ മത്സരിക്കുന്നുണ്ട്. പൊന്മുണ്ടം കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു സാധനം അവിടെ ഉണ്ട്. അത് നേരത്തെ ഉള്ളതാണ്, ഇപ്പൊ ഉണ്ടായതല്ല. മൂവായിരാക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. 2500 അല്ല, 3000 2 ലക്ഷം കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിൻ്റെ അവകാശം പിടിച്ചു വെച്ചിട്ടുണ്ട്. ആ 2 ലക്ഷം കോടി രൂപ കേരളത്തിന് നൽകുന്ന സാഹചര്യം വന്നാൽ
ഒരു സംശയവും വേണ്ട. കേരളത്തിലെ കർഷക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് 62 ലക്ഷം ആളുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ ഞങ്ങൾക്ക് 2000 രൂപ ആക്കാനേ ഇപ്പോൾ സാധിച്ചിട്ടുള്ളൂ. അത് 2500 രൂപയാണ് ഞങ്ങൾ വെച്ചത്. അത് 3000 വരെയാവും. പോരെ? അതാ വരിക. ഞങ്ങളെ വർഗപരമായ കാഴ്ചപ്പാടതാണ്. അത് ഞാൻ പറഞ്ഞു. ഗ്യാരണ്ടി ഇത്രയേ ഉള്ളൂ. 2 ലക്ഷം കോടി രൂപയ്ക്ക് അത് തെരണ്ടിയുണ്ട്. അത് തരുന്നില്ല. അതൊരു ഉപരോധം പോലെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഓരോ സംബന്ധിച്ച. പ്രധാനപ്പെട്ട നേതാക്കൾ പ്രതിരോധിക്കുന്നത് പാർട്ടി സസ്പെൻഡ് ചെയ്തു, ഇനി കൂടുതൽ നടപടിയെടുക്കാൻ കഴിയില്ല, വിമർശിക്കാൻ CPM-ന് അവകാശമില്ല, പ്രത്യേകിച്ച് ഞങ്ങളുടെ വിമർശനവും ഇല്ലായ്മയൊന്നുമല്ല പ്രശ്നം. കേരളം ഈ രാഹുൽ മാക്കൂട്ടത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഞങ്ങളിപ്പോൾ വിമർശിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കോൺഗ്രസിന് വിട്ടിരിക്കുകയാണ്. അവരെടുക്കട്ടെ നിലപാട്. അല്ല, അത് ഞങ്ങൾക്ക് ജയിലിൽ കിടക്കുന്നതുകൊണ്ട് മാത്രം നടപടിയെടുക്കാൻ പറ്റില്ല. ജയിലിൽ കിടക്കാതെ ആരായിട്ടുള്ള ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എല്ലാ നേതാക്കന്മാരും ജയിലിൽ കിടന്നതല്ലേ പലപ്പോഴും. അത് രണ്ടാണ്. അതുകൊണ്ടാണ് അവർ നടപടിയെടുക്കുന്നു. പറഞ്ഞ മനസ്സിലായില്ലേ? ജയിലിൽ കിടക്കുന്നതുകൊണ്ട് മാത്രം നടപടിയെടുക്കുമല്ലോ. ഇക്കാര്യത്തിൽ നടപടിയെടുക്കും. ആവശ്യമായ നിലപാട് സ്വീകരിക്കും. എന്ത് സംശയം? അത് നേരത്തെ പറഞ്ഞ് വ്യക്തമാക്കിയതാണല്ലോ. ഞങ്ങൾക്കിതിലൊന്നും മറച്ചു വെക്കാനില്ല. സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനം ഞങ്ങൾ. ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ പ്രവണത വന്നാൽ ആ പ്രവണത ആര് ചൂണ്ടിക്കാണിച്ചാലും ഞങ്ങൾ അതിൻ്റെ മേലെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇനി നടപടി സ്വീകരിക്കുകയും ചെയ്യും. ശരി. വേറെ നേരത്തെ പറഞ്ഞാൽ ഇത് അങ്ങനെ മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായിട്ട് മാത്രമേ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ആ ഒരു ധാരണ വേണം.